നമ്മൾ പല ഫുട്ബോൾ ടൂർണമെൻറ്റുകളും നമ്മൾ ഈ വേൾഡ് കപ്പ് അല്ലാത്തത് തന്നെ പലതും ദിലീപിനോട് സംസാരിക്കുന്നതാണ്. പ്രീമിയർ ലീഗ്, ബുണ്ടസ് ലീഗ എല്ലാം ചാമ്പ്യൻസ് ലീഗ് ഇതെല്ലാം തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ദിലീപിൻ്റെ പ്രവചനങ്ങൾ ഇതൊരു തെറ്റിപ്പോയൊരു ഒരു ബിഗ് പ്രവചനം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇല്ലേ? എല്ലാം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ PSG യുടെ കാര്യം പറയുകയാണെങ്കിലും നമ്മൾ PSG ജയിക്കുകയോ ജയിക്കില്ലയോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലും ദിലീപ് കൃത്യമായിട്ട് തന്നെ വിശകലനത്തിൽ പറയും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും ദിലീപിൻ്റെ പ്രവചനങ്ങൾ ഏതാണ്ട് ശരിയായി വന്നത്. ഇതിലിപ്പം ഒരു ചോദ്യം വന്നിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ ചോദ്യത്തിൽ ശ്രീലക്ഷ്മിയുടെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. കാരണം ദിലീപിൻ്റെ ബ്രാക്കറ്റ് പ്രഡിക്ഷൻ എന്തെങ്കിലും തരത്തിൽ ആഹ്, തെറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം എനിക്ക് വലിയ തെറ്റിൽ വന്നതായിട്ട് തോന്നുന്നില്ല. എന്നാൽ പോലും ദിലീപിന് പറയാനുണ്ടാവും ഉത്തരം. അത് ഒരു സൈഡ് ശരിയാ. ഫ്രാൻസ്, സ്പെയിൻ ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നു. മറ്റേ സൈഡിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ബ്രസീൽ, പോർച്ചുഗൽ സെമി ആയിരുന്നു. അത് നോർവേ ഒരു സൈഡിൽ അത് ഇതാക്കി. മറ്റേ പോർച്ചുഗൽ പിന്നെ അടുത്ത് പോലും എത്തിയില്ല. എന്തെങ്കിലും അപ്സെറ്റ് അതിനകത്ത് അതിലേക്ക് കൊണ്ടുവന്ന അപ്സെറ്റ് എന്താണ് എന്നുള്ളത്. അപ്സെറ്റ് എന്താന്ന് ഒരു ടീം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവരുടെ ഗ്രൂപ്പ് ടോപ്പ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ പോർച്ചുഗലിന് അവരുടെ ഗ്രൂപ്പ് ടോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം ഡ്രോ ആകെ മാറിപ്പോയി. അങ്ങനെയാണ്. അല്ലെങ്കിൽ ശരിക്കും അർജന്റീന ക്വാർട്ടറിൽ കളിക്കേണ്ടത് പോർച്ചുഗലിനായിരുന്നു. അതല്ലാത്തത് കാരണമാണ് ഇപ്പൊ ആൾക്കാർ പറയുന്നു ഫിഫ അവർക്ക് ഈസി പാത്ത് വേ കൊടുത്തു. അതൊക്കെ മണ്ടത്തരാണ്. ശരിക്കും അവർ പോർച്ചുഗലിനായിരുന്നു കളിക്കേണ്ടത് ക്വാർട്ടറിൽ. പക്ഷെ അത് പോർച്ചുഗൽ തോറ്റത് അർജന്റീനയുടെ കുറ്റമല്ല. അപ്പൊ അങ്ങനെ അത് മാറിപ്പോയി. പിന്നെ വേറെ ബ്രസീലിന്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നു മൊറോക്കോ ബ്രസീൽ അല്ല, അത് പക്ഷെ ബ്രസീൽ തന്നെയാണ് ടോപ്പ് ചെയ്തത്. അതിൽ വലിയ വ്യത്യാസം വന്നില്ല. നോർവേ ജയിച്ചത് കാരണം ആ പാതയിൽ ഇംഗ്ലണ്ടാണ് വന്നത് ബ്രസീലിന് പകരം. ചോദ്യം ചോദിച്ചിരിക്കുന്നത് അരുൺ റെജി ചാക്കോ ആണ്. നോക്കൌട്ടിലെ തങ്ങളുടെ എല്ലാ മത്സരങ്ങളിലും അർജന്റീന മികച്ച ഫൈറ്റിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത്. അവരുടെ എതിരാളികളുടെ മത്സര മികവ് ഗംഭീരമായിരുന്നുവെങ്കിലും അവർ ഇംഗ്ലണ്ടിനെയോ ഫ്രാൻസിനെയോ പോലെ ശക്തരായിരുന്നില്ല. കരുത്തരായ എതിരാളികൾക്കെതിരെ കളിക്കുമ്പോൾ അർജന്റീന കൂടുതൽ കരുത്തോടെ കളിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പലപ്പോഴും തോന്നി അതിപ്പോ കേപ്പ് വേർഡ് ആയാലും ഈജിപ്റ്റ് ആയാലും എന്തോ നമ്മൾ സാധാരണ അർജന്റീന കളിക്കുമ്പോൾ കാണുന്ന ഒരു വാശിയും ഇതൊന്നും പലപ്പോഴും ആ കളികളിൽ കണ്ടിട്ടില്ല. സ്വിറ്റ്സർലൻഡിനെതിരെ എനിക്ക് തോന്നുന്നത് അവർ ജയിക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടി വന്നുകൊണ്ടാണോ എന്ന് അറിയില്ല. പക്ഷെ സാധാരണ ഒരു അർജന്റീന ടീമിൻ്റെ കാണുന്ന ഒരു ഇൻറ്റൻസിറ്റി നമ്മൾ ഈ നോക്കൗട്ട് സ്റ്റേജിലേ കണ്ടിട്ടില്ല. അവർ ജയിച്ചു എന്നുള്ളത് വേറെ കാര്യം. അതിന് കുറേ ക്രെഡിറ്റ് കൊടുക്കണം. ഒരു തോറ്റ് നിൽക്കുന്ന കളി 13 മിനിറ്റിൽ 3 ഗോൾ അടിച്ച് ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. പക്ഷെ എൻ്റെ പ്രതീക്ഷ ഇംഗ്ലണ്ടിനെതിരെ എന്തായാലും ഒരു കംപ്ലേസൻസി ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും ഫുൾ വാശിയോട് കൂടി തന്നെ അർജന്റീന കളിക്കേണ്ടത് കാണുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ അതിനകത്ത് ഈ പിന്നെ ഒരു തിരിച്ചുവരവിന്റെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പറഞ്ഞ പോലെ അതായത് നമ്മൾ തോറ്റുപോകുന്ന അർജന്റീന പ്രതീക്ഷ കളികളാണ് എല്ലാ കളികളും. പക്ഷെ അതിൽ ഒരു ലാസ്റ്റ് മിനിറ്റിൽ അവർ തിരിച്ചു വരുന്നത് അത് അനുഭവത്തിന്റെയും കൂടിയാണ്. ഇപ്പൊ കേപ്പ് വേർഡ് ആയാലും ഈജിപ്റ്റ് ആയാലും സ്വിറ്റ്സർലൻഡ് ഇപ്പൊ 72 കൊല്ലത്തിന് ശേഷമായിരുന്നു ഒരു ക്വാർട്ടർ കളിക്കേണ്ടത്. അപ്പൊ ഇവർക്ക് ആർക്കും ഈ വലിയ കളി കളിച്ചൊരു ശീലമില്ല. ഇതിപ്പോ ഒരു ലോകകപ്പ് ജയിച്ച ഒരു ടീമാണ്. ശരിക്കും വളരെ ചുരുക്കം മാറ്റങ്ങളേ ഉള്ളൂ അർജന്റീന സ്ക്വാഡിൽ. അപ്പൊ ആ ഒരു അനുഭവം എന്തായാലും വരും. ഇപ്പൊ ഈ സെമി എത്തിയിട്ടുള്ള ഏത് ടീം നോക്കിയാലും ഫ്രാൻസിൽ ഇപ്പോഴും പല കളിക്കാരും 18 ജയിച്ചവരുണ്ട്, 22 ഫൈനൽ എത്തിയവരുണ്ട്. സ്പെയിൻ യൂറോ ചാമ്പ്യൻസ് ആണ്. ഇംഗ്ലണ്ട് കഴിഞ്ഞ 2 യൂറോ ഫൈനൽ എത്തിയ ടീമാണ്. അപ്പൊ എത്രയായാലും ആ ഒരു ബിഗ് മാച്ചസിൽ കളിച്ച ഒരു അനുഭവം അത് ശരിക്കും നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു ഫാക്ടർ തന്നെയാണ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അരുൺ തന്നെയാണ്. സെറ്റ് പീസുകൾ ഗോളാക്കുന്നതിൽ അർജന്റീനയുടെ ഉയരക്കുറവുള്ള കളിക്കാർക്ക് പരിമിതി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? സെമിയിൽ ഹാരി കെയ്നെ പോലുള്ള ഉയരം കൂടിയ സ്ട്രൈക്കർ ഉള്ളത് ഇംഗ്ലണ്ടിന് മേൽക്കൈ നൽകില്ലെന്നാണ് അരുണിന്റെ ചോദ്യം.
പക്ഷെ നമ്മൾ ഇന്ന് സ്വിറ്റ്സർലൻഡിനെതിരെ കണ്ടത് 5 അടി 9 ഇഞ്ചുള്ള അലക്സിസ് മെക്കാലിസ്റ്റർ ഗോൾ അടിക്കുന്നു. 6 അടി 2 ഇഞ്ചുള്ള സെന്റർ ബാക്കാണ് മാനുവൽ അക്കാഞ്ചി. അപ്പം അത് കുറേ ഓരോ കഴിപ്പ് എൻസോ ഫെർണാണ്ടസും ഇവർ പലരും വലിയ ഹൈറ്റ് ഇല്ലാത്ത കളിക്കാർ. പക്ഷെ എൻസോന്റെ ടെക്സ്റ്റ് ബുക്ക് ഹെഡറായിരുന്നു കഴിഞ്ഞ റൗണ്ടിൽ. അപ്പം അത് നോക്കുമ്പോൾ ഹൈറ്റ് ടൈമിങ് ചാടുന്നതിൻ്റെ ടൈമിംഗ് ആണ് പ്രാധാന്യം ശരിക്കും. പക്ഷെ ഇംഗ്ലണ്ടിനെതിരെ ശരിക്കും സൂക്ഷിക്കേണ്ടി വരും. എന്താ വെച്ചാൽ ബെല്ലിംഗം ഉണ്ട്, ഹാരി കെയ്ൻ ഉണ്ട്, മറ്റേ ഡെക്ലൻ റൈസ് സെറ്റ് പീസിന് ഡേഞ്ചറസ് ആണ്. പിന്നെ സെന്റർ ബാക്സ് രണ്ടുപേരും കോൺസ് ആയാലും ഗേഹി ആയാലും. അപ്പം അത് തീർച്ചയായിട്ടും സെറ്റ് പീസിന് ശ്രദ്ധിക്കേണ്ടി വരും. ഞാൻ ദിലീപിനോട് ചോദിക്കണം വിചാരിച്ചുള്ള ചോദ്യം കേട്ടോ. കാരണം ഈ ഗോൾ കീപ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന ഗോൾ കീപ്പേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ തൊട്ട് അങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ നീളത്തിൻ്റെ കാര്യം ചോദിച്ചോണ്ടാ, നീളം കുറഞ്ഞ ഗോൾ കീപ്പേഴ്സ് ആരെങ്കിലും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വലിയ വലിയ ഒരു മറ്റേ മെക്സിക്കോന്റെ ഹോർഹെ കാമ്പോസ് ഉണ്ടായിരുന്നു കുറെ കാലം, 5 അടി 8 ഇഞ്ച് ഒറ്റ പൊക്കം. പക്ഷെ ഇപ്പോഴത്തെ കളിയിൽ അങ്ങനെ കുറവാണ്. ഇപ്പൊ ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അവർ സാധാരണ എല്ലാവരും നല്ല സൈസുള്ള. ഹിഗിറ്റ ഉണ്ടായിരുന്നു, കമ്പാരിറ്റീവ്ലി ചെറുതായിട്ട്, കുള്ളനൊന്നുമല്ല. പക്ഷെ എന്നാലും ഇപ്പൊ മറ്റേ കോബലിന്റെ ഹൈറ്റോ മാർട്ടിനസിന്റെ ഹൈറ്റോ ഒന്നും ഇല്ല, അതിന്റെ അടുത്ത് പോലും എത്തില്ല. അങ്ങനത്തെ 2 മെക്സിക്കൻ ഗോൾ കീപ്പർ, 2 മെക്സിക്കൻ അല്ല, ഒരു കൊളംബിയനും ഒരു മെക്സിക്കനും ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അടുത്തത് ടിയോ തോമസിന്റെ ചോദ്യമാണ്. സ്കലോണി സാധാരണ വിജയിക്കുന്ന കോമ്പിനേഷനിൽ വലിയ മാറ്റങ്ങൾ വരുത്താറില്ല. എന്നിരുന്നാലും നിക്കോ പാസും വാലന്റീൻ ബാർക്കോയും ഇപ്പോൾ മികച്ച ഫോമിലും വേഗതയിലുമാണ്. നിങ്ങൾ സ്കലോണിയുടെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ സെമിയിലും നിലവിലെ വിജയകരമായ ഈ ഫോർമാറ്റ് തന്നെ തുടരുമോ, അതോ ഈ യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ജയിക്കുന്ന ടീം ഒരു കോച്ചും മാറ്റാറില്ല. അതിപ്പോൾ ഏത് സ്പോർട്ട് എടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിക്കറ്റ് ആയാലും ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, നിങ്ങൾക്ക് വിശ്വാസമുള്ള കളിക്കാർ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഏറ്റവും വിശ്വാസം, ബാക്കിയുള്ളവർ വിശ്വാസം ഇല്ല എന്നല്ല, പക്ഷെ ഈ കളിക്കാരുടെ കൂടെയാണ് നിങ്ങൾ ഏറ്റവും ജയിച്ചിട്ടുള്ളത്. അപ്പം അവർ കുറച്ച് ഫോം മങ്ങിയൊരു സ്ഥിതിയാണെങ്കിൽ, ഇപ്പോൾ ആൽവറസിനെയൊക്കെ ശരിക്കും ഞാനാണെങ്കിൽ ചിലപ്പോൾ ഈ കളിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. കഴിഞ്ഞ കളി അത്രയും മോശമായിരുന്നു, പക്ഷെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു ആൽവറസാണ് കളി ജയിപ്പിച്ചത്. അപ്പം അത് കാരണം ഓരോ കോച്ചിനും അവരുടേതായിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് പോലെ ഉണ്ടാവും, എനിക്ക് ഈ കളിക്കാരനെ വിശ്വസിക്കാൻ പറ്റുന്നു. അപ്പം എനിക്ക് വലിയൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ അത്രയും പ്രഷറുള്ളൊരു കളി, അതിൽ നമ്മളൊരു 20 വയസ്സുകാരനെ പെട്ടെന്ന് ഇറക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അടുത്തത് മുഹമ്മദ് ജിഷാൻ CP ചോദിച്ച ചോദ്യമാണ്. ലോകകപ്പും IPL തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ചോദ്യമാണ്. ലോകകപ്പിൽ അർജന്റീനയും IPL മുംബൈ ഇന്ത്യൻസും ഒരുപോലെയുള്ള ആരോപണങ്ങൾക്കാണ് വിധേയരാകുന്നതെന്ന് തോന്നുന്നു. IPL മുംബൈക്ക് അനുകൂലമായും ലോകകപ്പിൽ അർജന്റീനയ്ക്ക് അനുകൂലമായും തീരുമാനങ്ങൾ ഉണ്ടാവുന്നതായി പറയുന്നു. യഥാർത്ഥത്തിൽ ഈ ടീമുകളുടെ ആധിപത്യമല്ലേ ഇത് തെളിയിക്കുന്നത്, അവരുടെ ഇടപെടലല്ലോ? അർജന്റീനയെ പറ്റിയുള്ള പല ആരോപണങ്ങളും എനിക്ക് മനസ്സിലായിട്ടില്ല, അത് ശുദ്ധ മണ്ടത്തരം. ഇപ്പൊ ഡ്രോനെ പറ്റിയുള്ളത് അവരുടെ കുറ്റമല്ല പോർച്ചുഗൽ നേരത്തെ ഔട്ടായത്, അവരുടെ കുറ്റമല്ല ബാക്കി ഗ്രൂപ്പിലത്തെ ടീംസിന്റെ റിസൾട്ട് അവർ പ്രതീക്ഷിച്ച പോലെ പോവാതിരുന്നത്. അപ്പം ഇത് ഇപ്പം പറയുമ്പോൾ ഈജിപ്തിന് പകരം ശരിക്കും ബെൽജിയമാണ് അവിടെ വരേണ്ടിയിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇത് ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം എത്രയോ മാസം മുമ്പ് ഈ ഡ്രോ ഇട്ടതാണ്. അത് അർജന്റീനയായിട്ട് ഒരു കണക്ഷനും ഇല്ല. അതേപോലെ ഇപ്പം റെഫറിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് ഇന്നത്തെ ബ്രീലെംബോളോൻ്റെ യെല്ലോ കാർഡ് ആയാലും വേറെ പല കളിയിൽ കണ്ട പെനൽറ്റി, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ളതാണ്. ആകെ ഒരു വിവാദം എന്ന് പറയാനുള്ള ഈജിപ്തിൻ്റെ ഗോൾ അല്ല എന്ന് പറഞ്ഞ ഒരു ഇത് മാത്രമേ എനിക്ക് ശരിക്കും ഒരു വിവാദമായിട്ട് കാണാനുള്ളൂ. പക്ഷെ ആൾക്കാർക്ക് ഒരു സംശയം തോന്നാൻ സാധ്യതയുള്ള എന്താ വെച്ചാൽ, ഈ ഫിഫ റാങ്കിങ്ങിലെ ടോപ്പ് 4 ആൾക്കാരും എത്തിയല്ലോ. അപ്പൊ ഫിഫ ആഗ്രഹിക്കുന്നതും മാർക്കറ്റ് ആഗ്രഹിക്കുന്നതും ഒരേപോലെയാണ്. പക്ഷെ ഇതിൽ ഏത് ടീമാണ് ഇപ്പൊ നമുക്ക് അർഹിക്കാതെ എത്തിന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഇംഗ്ലണ്ട് മെക്സിക്കോ സിറ്റിയിൽ പോയിട്ട് ഒരു എന്താ പറയുക, അവിടുത്തെ ഓൾട്ടിറ്റ്യൂഡിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു സമയം ഇല്ലാതെ പോലും അവർ ജയിച്ചു മെക്സിക്കോനെതിരെ. അതും കള്ളക്കളിയിൽ ജയിച്ചൊന്നല്ല, ഫെയർ ആൻഡ് സ്ക്വയർ ജയിച്ച കളിയാണ്. അതേപോലെ ഇപ്പൊ സ്പെയിനും ഫ്രാൻസും ഒക്കെ വളരെ കൺവിൻസിങ് ആയിട്ട് എത്തിയിട്ടുള്ളതാണ്. അർജന്റീനയും ഗോൾ അടിച്ചിട്ടാണ്, അല്ലാതെ അവർക്ക് ആരും ഗോള് കൊടുത്ത് ദാനം ചെയ്തതൊന്നുമല്ല, അവർ അടിച്ച് ജയിച്ചതാണ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന ആഷിഖ് ഹിഷാമാണ്.
ലയണൽ മെസ്സിയുടെ പ്ലേയിങ് പൊസിഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. മെസ്സിയുടെ ഗോൾ സ്കോറിംഗ് മികവും പരിചയസമ്പത്തും എല്ലാം പരിഗണിക്കുമ്പോൾ 9ാം നമ്പർ പൊസിഷനിൽ പൂർണ്ണമായും ഒരു സ്ട്രൈക്കറായിട്ട് എന്തുകൊണ്ട് മെസ്സിയെ കളിപ്പിച്ച് പരീക്ഷിച്ചുകൂടാന്നുള്ളതാണ് ചോദ്യം. പക്ഷെ അത് 9ാം പൊസിഷൻ കളിക്കണമെങ്കിൽ അവർക്ക് ബോൾ ഹോൾഡ് അപ്പ് ചെയ്യണ ഒരു കളിക്കാരൻ. മെസ്സിക്ക് എപ്പോഴും കളിക്കാൻ കുറച്ച് പോക്കറ്റ് സ്പേസ് ഫോർവേഡിന്റെ പുറകിൽ. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെയായിരുന്നു. ഇപ്പം ബാഴ്സലോണയിൽ കളിക്കുമ്പോഴും എപ്പോഴും ഒരു സെന്റർ ഫോർവേഡ് ഉണ്ടാവും. ഒരു തിയറി ഓൺറി ആയാലും ലൂയിസ് സുവാരസ് ആയാലും അവരുടെ തൊട്ട് പുറകിൽ കളിക്കാൻ അവർ സൃഷ്ടിക്കുന്ന ഗ്യാപ്സിലേക്ക് മെസ്സി പോയിട്ട് ഫിനിഷ് ചെയ്യുക അല്ലെങ്കിൽ ഫൈനൽ പാസ് കൊടുക്കുക. അങ്ങനെയാണ് എല്ലാ കാലത്തും മെസ്സി അങ്ങനെയാണ് കളിച്ചിട്ടുള്ളത്. അപ്പം അത് ഇപ്പോൾ ഈ ഒരു 39ാം വയസ്സിൽ അത് മാറ്റും എനിക്ക് തോന്നുന്നില്ല. അടുത്തത് മുഹമ്മദ് അർഷാദിൻ്റെ ചോദ്യമാണ്. നമ്മൾ നേരെ ലോകകപ്പിൽ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലെ ഫുട്ബോൾ സംസ്കാരത്തിന് നെടുന്തൂണാണ് സെവൻസ്. IM വിജയം മുതൽ ആഷിഖ് കുരുണിയം വരെയുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് സെവൻസിന് വലിയ പങ്കുണ്ട്. എന്നാൽ കരിയർ സുരക്ഷിതമില്ലായ്മയും പരിക്കിൻ്റെ ഭീഷണിയും കാരണം പലപ്പോഴും സെവൻസ് ഒരു അപകടകരമായ കളിയായി വിലയിരുത്തപ്പെടുന്നു. ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ കേരളത്തിലെ പ്രൊഫഷണൽ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് സെവൻസ് എത്രത്തോളം സഹായകമാകുമെന്നാണ് കരുതുന്നത്? ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ കേരളത്തിലെ പ്രൊഫഷണൽ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് സെവൻസ് ഒരു തടസ്സമാണോ അതോ അടിസ്ഥാനപരമായ ഊർജ്ജമാണോ എന്ന് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? പറയാൻ പറ്റില്ല. ഇപ്പൊ നെയ്മാർ മാത്രമല്ല, പല നെയ്മാർ അല്ല, റൊണാൾഡീനോ ഒക്കെ ഫുട്സാൽ കളിച്ചിട്ടാണ്, ചെറിയ ഇൻഡോർ കോർട്ടിൽ ഫുട്സാൽ കളിച്ചിട്ട് കുറേ കളിക്കാർ അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനൊക്കെ കുട്ടിയായിരുന്നു, ഇപ്പൊ ഇംഗ്ലണ്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടീം പലപ്പോഴും 5 സൈഡ് ചെറിയ പിച്ചിൽ കളിക്കുക ചെയ്യുക. അപ്പൊ അതൊരു മോശം കാര്യമൊന്നുമല്ല. സെവൻസിൽ മാത്രം ശ്രദ്ധ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പം എന്താ പറ്റണമെന്ന് പറഞ്ഞാൽ കളിക്കാർക്ക് ഒന്ന് പൊസിഷണൽ സെൻസ് ശരിക്കും ഇല്ല ഒരു വലിയ പിച്ചിലേക്ക് പോകുമ്പോൾ. പിന്നെ സ്റ്റാമിന ഇല്ല. 100 മീറ്ററാണ് ശരിക്കുള്ള പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണമെങ്കിൽ. അപ്പോൾ പലപ്പോഴും ഒരു 50-60 മിനിറ്റ് കഴിയുമ്പോഴേക്കും കളിക്കാർ തളർന്നു പോകുന്നു. അതിനുള്ള ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സൃഷ്ടിക്കുന്നില്ല സെവൻസ്. അടുത്തത് നകുൽ KP-യുടെ ചോദ്യമാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നത് ഫുട്ബോളിലെ അണ്ടർ റേറ്റഡ് പൊസിഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ? മത്സരം നിയന്ത്രിക്കുന്നതിൽ സ്പെയിനിൽ റോഡ്രിയും ഫ്രാൻസിൽ അഡ്രിയാൻ റാബിയോയും പ്രധാന പങ്ക് വഹിക്കുന്നവരാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാർക്കോ സ്ട്രൈക്കർമാർക്കോ ലഭിക്കുന്ന പ്രാധാന്യം അവർക്ക് ലഭിക്കാറില്ല. ഒരു ടീമിൻ്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർക്ക് അത്രയ്ക്ക് പരിഗണന ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അത് നമ്മൾ എല്ലാ കാലത്തും ഗോളും അസിസ്റ്റും മാത്രം നോക്കേണ്ടത്. പക്ഷെ അവരുടെ ടീംമേറ്റ്സിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരാദ്യം അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. ഡിഡിയെ ഡെഷാംസിനെയൊക്കെ വാട്ടർ കാരിയർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. പരിഹാസ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ അത്ര ഒരു ആർക്കും വേണ്ടാത്തൊരു റോളാണെന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ ഒരു കളിക്കാരനില്ലാതെ ഒരു ടീമും ഒരു ട്രോഫിയും ജയിച്ചിട്ടില്ല. ഇപ്പം ഇംഗ്ലണ്ട് എടുത്താലും ഡെക്ലൻ റൈസ് പോയത് അവരുടെ കളിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. നോർവേക്കെതിരെ ഹാഫ് ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നോർവേ ആയിരുന്നു കളി കൺട്രോൾ ചെയ്ത്. ഇപ്പം അർജന്റീനയുടെ കാര്യത്തിലും ഡിപ്പോളും ഫെർണാണ്ടസും മെക്കാലിസ്റ്ററും ഒക്കെ ഒരു റൊട്ടേറ്റ് ചെയ്തിട്ട് ഓരോ സമയത്ത് ഓരോ ആളാണ് ഡീപ്പ് പൊസിഷനിലേക്ക് പോവുക. അധികം മെക്കാലിസ്റ്ററോ ഡിപ്പോളോ ആയിരിക്കും. ഫ്രാൻസിന് അതേപോലെ റാബിയോയും ചുവമനി ഫിറ്റ് ആകുമ്പോൾ ചുവമനി ഇവർ പ്രധാനപ്പെട്ട കളിക്കാർ. സ്പെയിനിന് പിന്നെ റോഡ്രി ബലോണ്ടോർ ജയിച്ചിട്ടുള്ള കളിക്കാരനാണ്. വളരെ ചുരുക്കം ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിന് അങ്ങനത്തെ ഒരു പുരസ്കാരമൊക്കെ കിട്ടാറുള്ളൂ. ഈ കമന്റേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ പറയുന്ന എന്നുവെച്ചാൽ അവരാണ് കളി. ഇപ്പൊ ഈ ഇറ്റലി അതെ കോങ്കോന് വേണ്ടി ഇറ്റലി അവസാന ലോകകപ്പ് ജയിച്ചപ്പോ 2006 ആൻഡ്രിയ പിർലോ നമ്പർ 6 ആയിരുന്നു. ഫ്രാൻസിന് വേണ്ടി ക്ലോഡ് മാക്കലേലയാണ് അത് ശരിക്കും എന്താ പറയുക ഒരു ഫാഷനബിൾ ഇതാക്കി കൊണ്ടുവന്നത്. കുറച്ചും കൂടി ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. 2018 ഫ്രാൻസ് ജയിച്ചപ്പോൾ എൻഗോളോ കാണ്ടെ ഇവരില്ലാതെ ജയമില്ല ശരിക്കും. അടുത്തത് അബ്ദുൾ റൌഫ് ചോദിച്ച ചോദ്യമാണ്. അർജന്റീന ഈജിപ്ത് മത്സരത്തിലേക്ക് അതിൻ്റെ പ്രശ്നങ്ങളിലേക്കൊക്കെയാണ് ചോദ്യം. അർജന്റീനയ്ക്കെതിരായ മത്സരത്തിൽ ഈജിപ്ത് നേടിയ ഗോള് ഡിസലൗഡ് ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് ദിലീപ് പറഞ്ഞത് കണ്ടു. ഫൗൾ അതിൻ്റെ അടുത്തുണ്ടായതല്ല, മറിച്ച് 100 യാർഡ് അകലെ മറ്റേ ഭാഗത്തായിരുന്നു എന്നായിരുന്നു വിശദീകരണം.
എന്നാൽ ആ ഗോള് ഫൗളിൽ നിന്ന് നേരിട്ട് രൂപപ്പെട്ട ആക്രമണത്തിന്റെ ഭാഗമാണെന്ന് കണക്കാക്കി വാർ ഗോൾ ഡിസലൗഡ് ചെയ്തത് ശരിയായ തീരുമാനമല്ലേ? ഈ സാഹചര്യത്തിൽ ഫൗൾ നടന്ന സ്ഥലമാണോ പ്രധാനമായത്, അതോ ഫൗളിൽ നിന്ന് നേരിട്ട് രൂപപ്പെട്ട അറ്റാക്കാണോ? ഇത് നിങ്ങൾ എങ്ങനെ കളി എങ്ങനെ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് എല്ലാവർക്കും ഉള്ള പ്രശ്നം അത് ഗോള് അനുവദിച്ചതോ നിരോധിച്ചതോ അല്ല, അത് ഒരു കൺസിസ്റ്റൻസിയിൽ. ഇപ്പൊ ഇംഗ്ലണ്ട് നോർവേ കളിയിൽ നോർവേ ഗോൾ അടിച്ചു, ആദ്യത്തെ ഷെൽഡ്രൂപ്പിന്റെ ഷോട്ട്. ഇംഗ്ലണ്ട് പറയുന്നു അത് ഹാരി കെയിനെ ഫൗൾ ചെയ്തിട്ടാണ്. പല റെഫറീസും ചിലപ്പോൾ അത് ഫൗൾ കൊടുക്കും, ചിലർ കൊടുക്കില്ല. ആ കളിയിൽ ഓൺ ഫീൽഡ് റെഫറി ക്ലെമന്റ് ടോപ്പാൻ പറഞ്ഞു ഞാൻ ഫൗള് കൊടുക്കുന്നില്ല, കളി കണ്ടിന്യൂ ചെയ്തു, നോർവേ ഗോൾ അടിച്ചു, അതിൽ വാർ ഇടപെട്ടില്ല. അത് ശരിക്കും ഗോൾ നിൽക്കേണ്ടത് നിന്നു. മറ്റേ കളിയിൽ ഓൺ ഫീൽഡ് റെഫറി കളി മുന്നോട്ട് പോകാൻ പറയുന്നു, 50-50 ഒരു ഇത് കഴിഞ്ഞിട്ട് അവിടെ പക്ഷെ വാർ ഇടപെടുന്നു. ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ ആകുമ്പോഴാണ് ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് ഇതൊരു കൺസ്പിറസിയാണ്, അതാണ് മറ്റേ ടീമിന് വേണ്ടിയിട്ടാണ് ആ സംശയം വരുന്നത്. ഇതാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു 50-50 ടാക്കിളിൽ വാർ ഇടപെടില്ല എന്ന് തീരുമാനിക്കണം. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ എല്ലാ ഇതിലും ഇടപെടണം. ഇതിപ്പോ രണ്ട് കേസും വളരെ സെയിം ആണ്. രണ്ടിലും ഓൺ ഫീൽഡ് റെഫറി കളി കളിച്ചോളാൻ പറഞ്ഞു. ഒന്നില് തിരിച്ചു വന്ന് വാർ നോക്കിയപ്പോൾ മാറ്റിയില്ല, ഒന്നില് മാറ്റി. നമ്മളിപ്പോ എല്ലാറ്റിനും ഒരു റോൾ ഉണ്ടാവില്ല. ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു യുവജനോത്സവം നടത്തുകയാണെങ്കിൽ പോലും അതിന്റെ ജഡ്ജസ്. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ ഫൗളിന്റെ കാര്യത്തില്, ഇപ്പൊ അർജന്റീനയുടെ കാര്യത്തില് അതേ മൂവ്മെന്റിൽ റെഫറി അത് ഫൗളായി വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് ശരിയാണ്. എന്നുവെച്ചാൽ അങ്ങനെ ഓരോ റെഫറീസ് അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇപ്പൊ ഞാൻ 6 റെഫറീസിന്റെ ഇത് ഒപ്പീനിയൻസ് നോക്കിയാൽ ആ ഗോളിനെ പറ്റി, അതിൽ 3 പേര് പറഞ്ഞത് അത് ഫൗള് കൊടുക്കാൻ പാടില്ലായിരുന്നു, 3 പേര് പറഞ്ഞത് അല്ല അത് കാലിൽ ചവിട്ടി അത് ഫൗളാണ്. അപ്പൊ അവര് തന്നെ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഓൺ ഫീൽഡ് റെഫറി ഇങ്ങനത്തെ 50-50 ഇത് വരുമ്പോൾ ഓൺ ഫീൽഡ് റെഫറി എന്താ തീരുമാനിച്ചാൽ നമ്മൾ അത് വെച്ച് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ പിന്നെ പല കളിയിലും ഇങ്ങനെ വരുമ്പോൾ ചിലതിൽ കൊടുക്കും ചിലതിൽ കൊടുക്കില്ല. അങ്ങനെയാണ് പിന്നെ ഈ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ് ഓരോ ചർച്ച വരുന്നത്. പിന്നെ അടുത്ത തോമസ് ഇബയുടെ ചോദ്യമാണ്. ഇംഗ്ലണ്ട് നോർവേ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇംഗ്ലണ്ടിനെതിരായ ക്വാർട്ടറിൽ രണ്ടാം പകുതിയുടെ ആദ്യ ക്വാർട്ടർ വരെയും നോർവേ മനോഹരമായ ഫുട്ബോളാണ് കളിച്ചത്. എന്നാൽ രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ട് ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി. നോർവേയുടെ പ്രധാന കളിക്കാരുടെ എനർജി കുറഞ്ഞത് കാരണവും അവർക്ക് പറ്റിയ റീപ്ലേസ്മെന്റ് ഇല്ലാത്തതിനുമാലാണോ തോറ്റത്? ഇംഗ്ലണ്ടിന് കൃത്യമായ പകരക്കാർ ഉണ്ടായെന്ന് കാണാം. ഇംഗ്ലണ്ട് കളിക്കാർ തങ്ങളുടെ എനർജി അമിതമായി ഉപയോഗിക്കാതെ കളിച്ചതാണോ ഗുണമായത്? ഇതിന് പ്രധാന കാരണം നിങ്ങൾ നോർവേ പോയി കഴിഞ്ഞാൽ അവിടെ 33 ഡിഗ്രി ചൂടൊന്നും ഉണ്ടാവാറില്ല. ഇത് 33 മാത്രമല്ല, അതായത് മയാമിയിലത്തെ 33 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 33 പോലെ ഫീൽസ് ലൈക്ക് 40 ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കുള്ള ഫീലിംഗ് അതാണ്. ആ ഒരു കാലാവസ്ഥയിൽ കളിക്കാർക്ക് കളിക്കാൻ പറ്റില്ല, 90 മിനിറ്റ് കളിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇംഗ്ലണ്ടിന്റെ കാര്യത്തിൽ തന്നെ നമ്മളിപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ആദ്യത്തെ 20 മിനിറ്റ് അവർ സെക്കൻഡ് ഹാഫിൽ ബോൾ തന്നെ ശരിക്കും കിട്ടിയിട്ടില്ല. റൈസിനെ മാറ്റി ആ മിഡ്ഫീൽഡ് ബാലൻസ് പോയി. ബെല്ലിങ്ങം പുറകോട്ട് വന്നത് കാരണം ഒരു റിലീസ് ബോൾ കൊടുക്കാൻ ആരും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിക്കും നോർവേ ഡോമിനേറ്റ് ചെയ്തു. പക്ഷെ പിന്നെ ആ ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിയുമ്പോൾ പല നോർവേ കളിക്കാർക്ക് ഓടാൻ പോയി. ഹാളൻഡൊന്നും ഓടിയിട്ടേ ഇല്ല ശരിക്കും. ഹാളൻഡ് മാത്രമല്ല പലരും ആ എക്സ്ട്രാ ടൈമൊക്കെ വന്നപ്പോൾ പലരും ശരിക്കും നടക്കുക തന്നെയായിരുന്നു. ഈ ഇനി വരാൻ പോകുന്ന വെന്യൂസ് ഉണ്ടല്ലോ, അതിനകത്ത് ഈ പറഞ്ഞ ഈ ഇംഗ്ലണ്ട് അർജന്റീന സെമി അറ്റ്ലാന്റ മറ്റേ ക്ലൈമറ്റ് കൺട്രോൾ സ്റ്റേഡിയമാണ്, ഡേംല ബെൻസ് സ്റ്റേഡിയം. അപ്പൊ അതിൽ ഇതൊരു ഫാക്ടർ ആവില്ല ചൂട്. ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഇന്നലെ നോർവേ പുറത്തായി, അപ്പോൾ ഇനിയിപ്പോൾ ഗോൾ വേട്ടയുടെ കാര്യത്തിൽ ഹാളണ്ട് ഇല്ല, അപ്പോൾ ബെല്ലിംഗ്ഹാം മുന്നോട്ട് വരികയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണത്? അതായത് ഇനിയിപ്പോൾ മെസ്സിനെ ബെല്ലിംഗ്ഹാം മറികടക്കുമോ? എന്താണ് തോന്നുന്നത്? എംബാപ്പയാണ് നോക്കേണ്ടത്. എംബാപ്പെ പക്ഷെ സ്പെയിനെതിരെ ജയിക്കണം ഫ്രാൻസ്, അതും വലിയൊരു ചോദ്യമാണ്. മെസ്സി ഇംഗ്ലണ്ടിനെതിരെ ഗോൾ അടിക്കുന്ന എനിക്ക് ഏകദേശം ഉറപ്പാണ്. ഇംഗ്ലണ്ടിന്റെ ഡിഫെൻസീവ് കളി ഇതുവരെ കണ്ടിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അർജന്റീന ഫൈനലിൽ എത്തുമെന്ന് തിരിച്ചിങ്ങോട്ടും ഗോൾ കിട്ടാൻ സാധ്യതയുണ്ട് അർജന്റീന ഡിഫെൻസ് നോക്കിയിട്ട്. അപ്പൊ ആര് ഫൈനലിൽ എത്തും അവരായിരിക്കും മിക്കവാറും ഗോൾഡ്. പക്ഷെ ഇപ്പൊ 3-ാം സ്ഥാനത്തെ കളിയും കൂടി ഉള്ളതുകൊണ്ട്
രണ്ടുപേർക്കും അല്ല 3 കളിക്കാർക്കും ഇനിയും 2 കളി കിട്ടും. അപ്പൊ പറയാൻ പറ്റില്ല. തേർഡ് പ്ലേസ് കളി ചിലപ്പോൾ ചില ടീമുകൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അപ്പൊ അവിടെ ഗോൾ അടിക്കാനുള്ള സാധ്യത ചിലപ്പോൾ കൂടും.